ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള മോഡൽ ചൈൽഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളുടെ ഗൈഡ് ലൈൻ തയ്യാറാക്കുന്നതിന് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസേബിലിറ്റീസിന്റെ പിന്തുണയോടെ മട്ടന്നൂർ ബഡ്സ് സ്കൂളിനെ സമഗ്ര പുനരധിവാസ സേവനങ്ങൾ നൽകുന്ന മോഡൽ ചൈൽഡ് റിഹാബിലിറ്റേഷൻ സെന്ററായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അനുയാത്ര എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിൽ ഒരുപാട് അംബ്രല്ല സ്കീം ഉണ്ട്. ഈ സാമൂഹ്യനീതി വകുപ്പിൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി കുറെ ഉപവകുപ്പുകളുണ്ട്, കുറെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ ഒന്നിന്റെ നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. മൊയ്തീൻകുട്ടി ഭിന്നശേഷി വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് MD ആയിട്ട് ഞാനിവിടെ സമയത്തെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു. വളരെ സ്തുത്യർഹമായ പ്രവർത്തനം നടത്താൻ ചില ചെറുപ്പക്കാരെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തു. എല്ലാവരെയും പോരാ. ഒരുപാട് വിമർശനങ്ങൾ ചിലർ പറഞ്ഞു അവരെ കൊണ്ടാവോ, അവരെ കാര്യം എന്താണ്, അയാൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ, ഇതൊക്കെ സമൂഹം പറയും. പക്ഷെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. ആദ്യം മൊയ്തീൻകുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഉത്തരവാദിത്വം അന്നും ഇന്നും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ എന്നെ വിളിച്ചുകൊണ്ടുപോയത് മൊയ്തീൻകുട്ടി കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം മൊബൈൽ ഫോണിലെ കാഴ്ച എന്നതിൻ്റെ പേര്, കാഴ്ച എന്നുള്ളൊരു പദ്ധതി അവിടെ പരിശീലനത്തിന് വന്നു. കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. കാരണം കണ്ണ് കാണാത്ത ആളുകൾ ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം അതിന് ചിട്ടപ്പെടുത്തിയതാണ് ആ മൊബൈൽ ഫോൺ കൃത്യമായിട്ട്. അതിനെന്നെ വിളിച്ചു സ്റ്റേജിലിരുന്ന് എൻ്റെ മൊബൈൽ നമ്പർ. അവർക്ക് സാധിക്കുന്നു. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാണ്. പിന്നെ ശുഭയാത്ര അല്ലേ, മൊയ്തീൻകുട്ടി നമ്മൾ കൊണ്ടുവന്ന സ്കീമാണ്. ഒരുപാട് പേരിൽ ഒരുപാട് പദ്ധതി കൊണ്ടുവന്നു. എപ്പോഴും നിപ്പയും കോവിഡും മാത്രമേ ആള് പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കേണ്ടത് ഇതൊക്കെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെല്ലാം ഒരു ലഗ്നമായിട്ട് വന്നു ചേർന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടത്തിയ ഈ ഒരു വിപ്ലവം ഉണ്ട്. അത് അധികാർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ തുടരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഏർലി സ്ക്രീനിംഗ്, ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇന്റർവെൻഷൻ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. മട്ടന്നൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ചികിത്സ, പുനരധിവാസം, തൊഴിൽ പരിശീലനം തുടങ്ങിയ സമഗ്ര സേവനങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനവും പഠനത്തിനു ശേഷമുള്ള ജോലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശില്പശാലയിൽ ഉയർന്നു വന്നു. 3 ഗ്രൂപ്പായി ചർച്ച സംഘടിപ്പിച്ചു. സ്വകാര്യ മേഖലയിൽ ജോലി നൽകുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും ടാക്സ് ഇളവിന് സർക്കാരിൽ ശുപാർശ ചെയ്യണമെന്ന ചർച്ചയിൽ ഉയർന്നു വന്നു. വീടുകളിലെത്തി പരിഗണിക്കപ്പെടേണ്ടവരെ അങ്ങനെ ചെയ്യണം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ശില്പശാലയിൽ ഉയർന്നു വന്നു. സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P. ബിജു, ULCC ഡയറക്ടർ MK ജയരാജ്, സഹാറ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ആദം, SIT സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ സിജിമോൾ ജേക്കബ്, MCRC മാനേജർ പ്രഭിത്ത് KP, റിനീഷ് തിരുവള്ളൂർ എന്നിവർ സംസാരിച്ചു. പുനരധിവാസ വിദഗ്ധർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.